ഈ കുറുമ്പിയോട് എപ്പോഴാണ് ഇഷ്ടം തോന്നി തുടങ്ങിയത്? എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ണേട്ടനെ കാണുന്നപ്പോഴറിയോ, അമ്മയുടെ ഡാൻസ് ക്ലാസ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അന്ന് എനിക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ല. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ. മഴ കണ്ടാലും നൃത്തം ചെയ്യുന്ന നീ എന്താ മയിലോ എന്ന് ചോദിച്ചതിനോട്. എന്നിട്ട് ആളങ്ങോട്ട് പോയി. അന്ന് കണ്ണനെ കുറിച്ച് പറയുമ്പോൾ കണ്ണനോ പ്രാന്തം കണ്ണൻ. സഹസ്രകോടി ജനപാലന എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ. ഇന്ന് കണ്ണൻ എത്തിയിരിക്കുന്നത് മറ്റൊരു കണ്ണനെ കാണാനാണ്. കല തന്നെ ജീവിതവും കല തന്നെ കുടുംബവുമാക്കി മാറ്റിയ കണ്ണൻ ജി നാഥ് കലാകാരൻ. ആ കലാകാരൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അദ്ദേഹത്തിനോടും പത്നിയോടും നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. കുറച്ച് സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് അദ്ദേഹവുമായി കുടുംബവുമായി പങ്കുവയ്ക്കാം. കാണാം കണ്ണൻ ജി നാഥ് കലാകാരൻ. നടനോപാസകൻ, നാദോപാസകൻ്റെ, വാദ്യോപാസകൻ്റെ, നടനോപാസകയുടെ പിന്നെ മക്കളും അങ്ങനെ കലോപാസകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അവിടേക്ക് വരാൻ പറ്റി. ഇവിടെ എന്താ പറയുക, കലയുമായി ബന്ധമില്ലാത്ത യാതൊന്നുമില്ലാത്ത പുണ്യ സ്ഥലം കാണാൻ പറ്റി. കുറച്ച് നേരം ഇങ്ങനെ അടുത്തിരിക്കാൻ പറ്റി. അത് തന്നെ മഹാഭാഗ്യമായിട്ട് ഈ നടനോപാസകൻ കാണാനാണ്. കണ്ണൻ വന്നതും ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു ഭാഗ്യം, ഭഗവാന്റെ അനുഗ്രഹം. അല്ല, കുറേ നാളുകൊണ്ട് ദേ വരുന്നു, നാളെ വരും, ഇപ്പൊ വരും എന്നൊക്കെ പറയണതല്ലാണ്ട് കാത്തിരുന്നിട്ട് വരാതൊക്കെ പോയിട്ടുണ്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ട്. നമ്മള് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നത് ആദ്യമായിട്ടാ. അതെ, ഇവിടെ വരുമ്പോൾ തന്നെ ഒരു വീട്ടിലേക്ക് കയറുകയല്ല, ഒരു ക്ഷേത്രത്തിലേക്ക് കയറുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ വിശദാക്കട്ടെ. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ മാലയിട്ട് സ്വീകരിച്ചു, പൊന്നാട അണിയിച്ച് അനുഗ്രഹം വാങ്ങി, പൂ തന്ന് അല്ലെങ്കിൽ വിളക്ക് തന്ന് സ്നേഹം പങ്കുവെച്ചു. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ കാല് തൊട്ട് നമസ്കരിക്കുന്നത്? എന്തിനാണ് എപ്പോഴും നമസ്തേ പറയുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ, അത് ഈ മനുഷ്യ ശരീരത്തിനേക്കാൾ ഉപരിയായി ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവീകമായിട്ടുള്ള ആ കല, ആ കലയെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ കലയെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്, ആ കലയെയാണ് പൂവിട്ട് പൂജിക്കുന്നത്. പിന്നെ പൂന്താനം പറഞ്ഞിട്ടുണ്ട്, കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം എന്ന്. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം എന്ന് എല്ലാവരും പറയുന്നു. എന്നുവെച്ചാൽ കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കുമ്പോൾ ആ കൂപ്പി സ്തുതിക്കുന്നവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും പറയുന്നു. രണ്ടും പറയുന്നത് ലോകം തന്നെയാണ്. ഇപ്പോൾ ടീച്ചറിലും ഭഗവാൻ, കലാകാരനിലും ഭഗവാൻ, കണ്ണനിലും ഭഗവാൻ, അങ്ങനെ ഈ അണു തൊട്ടിട്ട് അണ്ടബ്രഹ്മാണ്ടം മുഴുവൻ നിറയാണ് ഭഗവാൻ. ആ ഭഗവാനെ എല്ലായിടത്തും കാണുമ്പോൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമസ്കരിക്കാതിരിക്കുക? ആ ഭഗവാനെ ഭഗവതിയെ നമസ്കരിക്കുന്നു. ഇനി ചോദിക്കാം, ഈ ഭഗവാനും ഭഗവതിയും ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണെന്നറിയാമോ? ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഫസ്റ്റ് സൈറ്റ്, ആദ്യത്തെ കണ്ടുമുട്ടൽ വീട്ടില് ഡാൻസ് പഠിക്കാൻ അമ്മയുടെ അടുത്ത്
ചേർന്നപ്പോഴാണ് ഞാൻ ആളെ കാണുന്നത്. അന്ന് കുഞ്ഞാവയായിരുന്ന സമയത്താണ്, ഏതാണ്ട് 1ാം ക്ലാസ് ആയിരിക്കാം, 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. ഞങ്ങള് അയൽവക്കക്കാരാണ് ആക്ച്വലി. അപ്പോ എൻ്റെ അമ്മ ഡാൻസ് ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് കുറെ ഗ്രൂപ്പ് കുട്ടികളുണ്ട്, ആ കൂട്ടത്തിൽ പഠിക്കാൻ വന്ന ഒരാളാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ണേട്ടനെ കാണുന്നപ്പോഴറിയോ, അമ്മയുടെ ഡാൻസ് ക്ലാസ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അത്യാവശ്യം വലിയൊരു നെടുമ്പരമുള്ളൊരു വീടായിരുന്നു. അപ്പോൾ നമ്മൾ അയൽവക്കത്തുള്ള കുറേ കുട്ടികൾ അവിടെ വന്ന് പഠിക്കും. അപ്പം അമ്മ അപ്പുറത്തുനിന്ന് പറമ്പ് കടന്ന് നമ്മുടെ വീട്ടിൽ വരും. അപ്പം ഞാൻ കുഞ്ഞാണ്, അപ്പം അങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2ാം ക്ലാസ്സിലോ 3ലോ പഠിക്കുമ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ പഠിപ്പിക്കാൻ അമ്മ വരുന്നു, പഠിപ്പിച്ചു പോകുന്നു എന്നല്ലാണ്ട് ഫാമിലി നമുക്ക് പരിചയമില്ലല്ലോ. റിഹേഴ്സൽ നോക്കാൻ മൃദംഗമായിട്ട് വന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. അന്ന് എനിക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ല, ഇദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായില്ല. ഞാൻ കുറുമ്പിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇഷ്ടമായിരുന്നില്ല. ഈ കുറുമ്പിയോട് എപ്പോഴാണ് ഇഷ്ടം തോന്നി തുടങ്ങിയത്? അത് മൃദംഗം വായിക്കാനാണ് പോയതെങ്കിലും അത് കഴിഞ്ഞപ്പോൾ പാറുവിൻ്റെ അമ്മയ്ക്ക് ഞാൻ വിളിച്ചിരുന്ന ടീച്ചറാണ്. സരള ടീച്ചർക്ക് ഒരു ആഗ്രഹം, എൻ്റെ മോളെ ഒന്ന് മൃദംഗം പഠിപ്പിക്കണം. അവിടെ തുടങ്ങി പരിപാടി. എനിക്ക് തോന്നുന്നതേ അങ്ങനെ ഒരു പ്രേമം തുടങ്ങാൻ തന്നെ കാരണം ഇത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാണ് നിന്റെ. അങ്ങനെ തന്നെയാണ് എനിക്കത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വേറെ അതിൽ നിന്ന് വ്യതിചലിച്ച് വേറൊരു. അന്നും ഇങ്ങനെ വേഷഭൂഷാദികളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അന്ന് മുടി കൂടുതലുണ്ടായിരുന്നു, മീശയും താടി ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ല, ഇത്ര ആഴയാഭരണമൊന്നുമില്ല. അന്ന് കോളേജിൽ പഠിക്കണൊക്കെ ഒരു പ്രായമാണല്ലോ. നമ്മള് പ്രേമൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ ആവുമ്പോഴല്ലേ. അപ്പൊ കോളേജിൽ പഠിക്കുന്ന പ്രായം ഒരു കളർഫുൾ ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് നടക്കണ, മറ്റേ മുടിയൊക്കെ കളർ ചെയ്ത് ഇപ്പൊ ആകാശ് കളർ ചെയ്യണ പോലത്തെ കളർ ചെയ്ത് നടന്നിരുന്ന ഒരു കാലം. അതിൽ നിന്നും ഇന്നത്തെ രൂപത്തിലേക്കും ഇന്നത്തെ ഭാവത്തിലേക്കും മാറുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഈ രൂപത്തിനും ഭാവത്തിനും പ്രത്യേകിച്ച് കൂടുതൽ അർത്ഥങ്ങളൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇഷ്ടമായി. പണ്ട് മീശയൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരുന്നു, അപ്പൊ അന്നും താടി വളർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ വരല് കുറവായിരുന്നു. പിന്നെ എന്തോ എങ്ങനെയൊക്കെ എനിക്ക് ഞാൻ ഫീൽ ചെയ്തത് കേട്ടോ, എന്നിട്ട് അങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞു. ഞാൻ ഫീൽ ചെയ്തത് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ദീക്ഷ ഉണ്ടാവുമല്ലോ കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചേന്നമംഗലത്ത് നിന്ന് പറവൂർക്ക് വീട് ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഡാൻസ് ക്ലാസ് നൃത്തവിദ്യാലയം കുറച്ച് വലുതായി വന്നു. നമ്മൾ ക്ലാസ്സും തിരക്കും. അതൊരു പക്ഷെ ഞാൻ അറിഞ്ഞോണ്ടല്ല, അച്ഛൻ മരിച്ചപ്പോൾ ഉള്ള ദീക്ഷ കളഞ്ഞില്ല. അതെങ്ങനെ അങ്ങോട്ട് വന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി അന്ന് മുതൽ പറവൂർക്ക് വന്നേ പിന്നെ നമുക്ക് മെഡിറ്റേഷൻ കറക്റ്റാണ്, ധ്യാനമുണ്ട്, ഉപാസനയുണ്ട്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയപ്പോ എനിക്ക് തോന്നുന്നു അത് അവിടെ മാച്ചായി എന്ന് ചിലപ്പോ ഉള്ളിൽ ചിലപ്പോ തോന്നി വന്നിട്ടുണ്ടാവാം, ഉപബോധ മനസ്സിൽ. അതായത് ഈ വേഷത്തിൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഞാൻ കൂടുതൽ കംഫർട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് അപ്പോൾ കലാകാരൻ കൂടുതൽ കംഫർട്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭാര്യ എന്ന പദവിയിലിരിക്കുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ഈ ഒരു മാറ്റം, ആ മാറ്റം എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അതായത് സ്വീകരിക്കാനായിട്ട് ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, അതോ എങ്ങനെയായിരുന്നാലും എൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നാലും എനിക്ക് സ്വീകാര്യനാണ് എന്ന രീതിയിൽ തോന്നി? സന്യാസമൊന്നുമില്ല, സന്യാസം എന്നുള്ള രീതിയിലല്ല, സ്വാമി എന്നുള്ള രീതിയിൽ. രണ്ടും രണ്ടാണ് എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കില്ല. അതാണ് ആദ്യമേ. അതെനിക്ക് എങ്ങനെ അത് പറഞ്ഞു ഫലിപ്പിക്കണം എന്നറിയില്ല. ഇപ്പൊ എനിക്കൊരു തലവേദന വന്നു വെച്ചോളൂ, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അത് അപ്പുറത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ തമ്മിലുള്ള ഒരു അതെന്താണ് എങ്ങനെയാണ് അങ്ങനെയാണ്. അത് എന്താ പറയാ, നമുക്ക് വിവരണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന എന്തോ, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സത്യം. അത് വേറൊന്നല്ല, രണ്ട് ചിന്തകളില്ല. ഇപ്പൊ ലോകത്തിന്റെ കാര്യം പറഞ്ഞതാണ്, രണ്ട് ചിന്തകളില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ്. എനിക്ക് ദേഷ്യം വന്നാൽ അവിടെ ദേഷ്യം ഉണ്ടാവില്ല, പാറുവിന് ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം ഉണ്ടാവില്ല. അപ്പൊ അത് പ്രശ്നങ്ങളില്ലാതെ എന്നാൽ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ നടത്തുന്നു. അല്ലാണ്ട് എനിക്കോ രണ്ട് അഭിപ്രായം പക്ഷെ അവസാനിക്കുന്നത് ഒരു അഭിപ്രായത്തിലായിരിക്കും. അതായത് ശരിക്കും പറഞ്ഞാല് ഇത് ലോകത്തിന് കൊടുക്കുന്ന വലിയ സന്ദേശമാണ്. നമ്മളെ തോൽവിയും ജയവും കാണുന്നില്ല, ഇത് കാണുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ ലോകത്ത് നടന്നത്. അതായത് ഒന്നുകൂടി നമ്മൾ വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ, മനസ്സിലാകുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ, വാശിയില്ല, ഏതാണോ ശരി
ഏതാണോ ന്യായം, ഏതാണോ ധർമ്മം, അത് രണ്ടുപേരും തമ്മിലുള്ള ചർച്ചയിൽ ഉൾത്തിരിഞ്ഞു വരും. അത് ആരുടെ ഭാഗത്താണെന്ന് വെച്ചാലും ആ ഭാഗത്ത് ചേർന്ന് നിൽക്കാൻ മറ്റാൾ തയ്യാറാകും. തീർച്ചയായും അതിന്റെ ഒരു പരമപ്രധാനമായ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങടും ഇങ്ങടും ഈഗോ എന്ന് പറയുന്ന ഒരു സാധനമല്ലേ. ഞാൻ തോറ്റുപോയി അല്ലെങ്കിൽ ഞാൻ താന്നു പോയി, അങ്ങനെ ഒരു സാധനമില്ല. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം താഴാനും തോക്കാനും തയ്യാറാണ്. എന്റെ ഭാഗത്ത് തെറ്റ് വന്നാൽ അതാണ് അതിന്റെ ഒരു, ഞാൻ സമ്മതിക്കും. എന്റെ തെറ്റാണെങ്കിൽ ഞാൻ സമ്മതിക്കും. സോറി പറയാനും ഞങ്ങൾക്ക് മടിയില്ല. തെറ്റ് പറ്റിപ്പോയി കണ്ടോ മാപ്പ്, അല്ലെങ്കിൽ തിരിച്ചു വഴക്കുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ 1/2 മണിക്കൂർ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അല്ല, അത് ഞങ്ങൾ കല്യാണം കഴിച്ച അന്ന് എടുത്തൊരു ഡിസിഷനാണ്. വഴക്കുണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു രാത്രി കഴിഞ്ഞ് നേരം വളർന്നാൽ പിന്നെ അത് ഉണ്ടാവരുത്, അവിടെ തീർന്നോളാം. അതായത് നമുക്ക് എന്തൊക്കെ വന്നാലും ഒന്നിച്ച് പോകണമെന്ന് ഉറപ്പിച്ചിട്ട് തുടങ്ങിയ യാത്രയാണ്. തീർച്ചയായിട്ടും. ശരിക്കും ഈ നിങ്ങളുടെ ബന്ധത്തിൽ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നോ? എന്റെ വീട്ടിൽ നിന്ന് ആരും സപ്പോർട്ട് ഉണ്ടായില്ല. ഇല്ലേ? ഇല്ല, എന്നെ തട്ടിക്കൊണ്ടുവന്നല്ലേ. അത്ര മോശമായിരുന്നോ? അങ്ങനെയല്ല, ആ കാലത്ത് കലാകാരനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ. സാമ്പത്തികം ഒരു വലിയ സ്രോതസ്, വലിയൊരു ഘടകമാണ് ലൈഫിൽ. പ്രത്യേകിച്ച് അമ്മമാര്. ഇപ്പൊ ഞാൻ തന്നെ ഒരു അമ്മ, നമ്മളിപ്പം മോൾക്ക് കല്യാണം ആലോചിക്കുന്ന സമയത്ത് കലാകാരൻ, ഇപ്പൊ നമുക്കറിയാം കലാകാരൻ എന്ത് വാല്യൂ ഉണ്ട്. അന്നത്തെ കാലത്ത് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എന്റെ വീട്ടിൽ എല്ലാവരും കണ്ടു. ഒരു സ്കൂൾ അധ്യാപികയ്ക്ക് കസ്റ്റംസിൽ ജോലിയുള്ള ഒരു അച്ഛന്റെ മകള് എന്നൊക്കെ പറയുമ്പോ ഒരു കലാകാരനെ കല്യാണം കഴിച്ചാൽ അവരെങ്ങനെ ജീവിക്കും? എന്നെ സംബന്ധിച്ച് അന്ന് വീട് പോലും ഇല്ല എനിക്ക്, വാടക വീടാണ്. അതും ഒരു മുറിയുള്ളൂ ആ വീട്ടില്. ആ ഒരു വീട്ടിലേക്ക് എന്റെ മോള് പോവാൻ ഒരമ്മയ്ക്കും സമ്മതിക്കില്ലല്ലോ. കണ്ണൻ നല്ല മോനാണ്, കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണനെ കുറിച്ച് വ്യക്തിപരമായി ഒരു നെഗറ്റീവ് ഇമേജ് ഞങ്ങളുടെ വീട്ടിൽ. പക്ഷെ മകളെ കല്യാണം കഴിക്കാന്ന് പറയുമ്പോ പിന്നീട് അത് കുറെ നാള് നീണ്ടു നിന്നോ? അതായത് അല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മരിച്ചു. അച്ഛൻ എന്റെ ചെറുപ്പത്തിലേ മരിച്ചതാണ്, അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. ബന്ധുജനങ്ങളൊക്കെ സ്നേഹമായി, എല്ലാവരും എതിർത്തിരുന്നു. ആകാശ് മോൻ ജനിച്ചേ പിന്നെയാണ് എല്ലാവരും. കലാകാരാ, കാരണം ഇത്രയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ആളുകൾക്ക് ബോറടിക്കും. വ്യത്യസ്തമായ ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്വഭാവം അനുസരിച്ച് ഇതേപോലെ അടങ്ങി ഒതുങ്ങിയിരുന്ന് വർത്താനം പറയുന്ന ആളല്ലല്ലോ. ഒരു പാട്ട് പാടാം. അപ്പൊ കണ്ണന്റെ ഡാൻസ് കൂടി ഇരുന്നിട്ട് മതി. ഓ ആവാം, അങ്ങനെ ആവാം, ശ്രമിക്കാം, നോക്കാം. ഏതാ പാട്ട്? മാടുമേക്കും പാടിയാലോ? മാടുമേക്കും കണ്ണയാണ് നമ്മുടെ കലാകാരൻ പാടി തരുന്നത്. അപ്പോൾ നൃത്തം ചെയ്യാനായിട്ട് നടനോപാസകനോട് പറഞ്ഞിട്ടുണ്ട്, ശ്രമിക്കാം. അപ്പോൾ ഈ പാട്ടിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ കാലികളെ മേയ്ക്കാൻ പോവാണ്. അപ്പോൾ കാലികളെ മേയ്ക്കാൻ പോകുമ്പോൾ അമ്മയായിട്ടുള്ള യശോദ, നീ കാലികളെ മേയ്ക്കാൻ പോവണ്ട, നീ ഇവിടെ നിൽക്ക് എന്ന് പറയുന്നതാണ്. നിനക്ക് ഞാൻ പാല് തരാം, മുട്ടായി തരാം, നീ ഇവിടെ നിൽക്ക്, മാട് മേയ്ക്കാനായിട്ട് പോകണ്ടെന്ന് യശോദ പറയുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ പറയുന്നത്, എനിക്ക് പാല് വേണ്ട, കാച്ചീന പാലൊന്നും എനിക്ക് വേണ്ട, കൽക്കണ്ട മിഠായി എനിക്ക് വേണ്ട, എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് മാട് മേച്ച് വന്നാൽ മതി, എനിക്ക് പോകണം അമ്മേ, എന്നെ അമ്മ ദയവ് ചെയ്ത് തടയരുത് എന്നാണ് പറയുന്നത്. നമുക്ക് ശ്രമിച്ചു നോക്കാം. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ, കാച്ചിന പാൽ തരേൻ കണ്ണാ, കാച്ചിന പാൽ തരേൻ, കൽക്കണ്ട ചീനി തരേൻ, കാച്ചിന പാൽ തരേൻ, കൽക്കണ്ട ചീനി തരേൻ, കൈ നിറയെ വെണ്ണ തരേൻ. കണ്ണപ്പാ, കൈ നിറയെ വെണ്ണ തരേൻ, കൺമണിയെ പോയിടാതെ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ. മാ കച്ചിന പാലും വേണ്ട, കാച്ചിന പാലും വേണ്ട, കൽക്കണ്ട ചീനി വേണ്ട, കാച്ചിന പാലും വേണ്ട, കൽക്കണ്ട ചീനി വേണ്ട, ഉല്ലാസമായി മാടുമേത്ത്,
ഉല്ലാസമായി മാടുമേത്ത് ഒരു നൊടിയിൽ തിരുമ്പിടുവേൻ. ഉല്ലാസമായി മാടുമേത്ത് ഒരു നൊടിയിൽ തിരുമ്പിടുവേൻ. പോക വേണം തായേ, പോക വേണം തായേ, തടൈ சொல்லாதே நீயே. போக வேணும் தாயே, தடை சொல்லாதே நீயே அம்மா. ഇത്ര പോരെ? ഞാൻ കരഞ്ഞ് സമ്മതം വാങ്ങായിരുന്നു എങ്ങനെയെങ്കിലും പോണെന്ന് പറഞ്ഞിട്ട്. മുഴുവനാക്കാം, കരഞ്ഞ് സമ്മാനം വാങ്ങാം. വേണ്ട വേണ്ട, എത്രയും മതി, ധാരാളമായിട്ടുണ്ട്. പാട്ടിന്റെ ഒപ്പം നിക്കാൻ പറ്റുന്നില്ലാന്നേ. അല്ല ആക്ച്വലി നമ്മൾ ഈ പാട്ട് എപ്പോ കേട്ടാലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി നിന്ന് വീഡിയോ, കലാകാരൻ വേദിയിൽ ഇരുന്ന് പാടുമ്പോ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ശ്രുതി അത് ഒത്തിരി വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. ഒത്തിരി വൈറലായിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ചേട്ടന് ശ്രുതി ഒന്നും കേൾക്കുന്നത് വലിയ ഇഷ്ടമല്ല സജിത്ത്. ശരിക്കും പറഞ്ഞ ഈ കസാരയിൽ ഈ ഇരിപ്പന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കാലം കെറ്റിച്ചിരിക്കുകയാണെങ്കിൽ സുഖം ഉണ്ടാവും, കുഴപ്പമില്ലല്ലോ. ഞാൻ വേറൊരു കാര്യം പറയാം. കണ്ണനെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നമ്മൾ. ഈ കലോത്സവ രംഗത്തും അത്ര തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു കാലത്തും തൃശ്ശൂർ പേരൂർ കണ്ണൻ എന്ന് പറഞ്ഞ് ഒത്തിരി നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ചും നർത്തകന്മാർക്കും നർത്തകിമാർക്കും പ്രത്യേകിച്ചും കണ്ണനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ്. പക്ഷേ അന്നൊക്കെ നമ്മൾ കേട്ടിരുന്ന ഒരു കണ്ണനല്ല നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ കാണാൻ സാധിച്ചത്. വളരെ കഴിവുള്ള ഒത്തിരി നല്ല, അല്ല പറഞ്ഞോളൂ, അന്ന് കേട്ടിരുന്ന കണ്ണനെ പറ്റി പറഞ്ഞോളൂ. അല്ല, ഒരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ അതിനേക്കാൾ ഉപരി നല്ല അറിവുള്ള മനുഷ്യൻ. അയ്യോ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ വരികളെന്നൊക്കെ പറഞ്ഞാൽ, ഞാനിപ്പോൾ കണ്ണൻ്റെ ചാനൽ കാണുന്നവരോട് കണ്ണനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിലും പുറമേ നിന്നൊരാൾ എന്ന നിലയിൽ എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായത് ഇങ്ങനെ തന്നെയാണ്. കാരണം കണ്ണനെ കുറിച്ച് പറയുമ്പോൾ കണ്ണനോ പ്രാന്തം കണ്ണൻ അങ്ങനെ പറയാ. കൂടെയുള്ള ഡാൻസേഴ്സ് ആണെങ്കിലും പറയുമ്പോൾ കണ്ണൻ 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 എന്ന് പറയുമ്പോൾ വേറൊരു മുഖത്തോടെ പറയാറ്. പക്ഷേ ആളെ നേരിട്ട് പരിചയമുള്ള ഒരാളും അങ്ങനെ പറയില്ല. അല്ല മാഷെ, ഭ്രാന്ത് ഉണ്ടായിരുന്നു, ഭ്രാന്ത് നന്നായിട്ടുണ്ടായിരുന്നു. അത് എല്ലാ വലിയ വലിയ മനുഷ്യന്മാർക്കും ഇതുണ്ട്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ പഠിക്കാനുള്ള ഭ്രാന്ത്. അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആ ഭ്രാന്ത് കൊണ്ട് നടക്കായിരുന്നു. പിന്നെ എന്താ പറയുക, നൃത്തം ചെയ്യാനുള്ള ഭ്രാന്തായി. നൃത്തം ചെയ്യാൻ എപ്പോഴൊക്കെയാണ് നൃത്തം ചെയ്യാൻ തോന്നുന്നത് അപ്പോഴൊക്കെ നൃത്തം ചെയ്തു. മഴ പെയ്യുമ്പോഴൊക്കെ നൃത്തം ചെയ്യാൻ തോന്നുകയാണ്. അപ്പോൾ പൂരപ്പറമ്പിൽ നിന്നിട്ടാണ് നൃത്തം ചെയ്യുന്നത്. നമ്മുടെ ശിഷ്യർക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ പൂരപ്പറമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു ഗിന്നസിന്റെ പരിപാടിക്കാണ് കണ്ണനെ നേരിട്ട് ആദ്യം കണ്ടത്. അതെ അതെ, മുരളിയേട്ടൻ്റെ ഗിന്നസിന്റെ പരിപാടിക്ക്. ഇത് മാടിമേക്കുന്ന തന്നെയാണോ അന്ന് വായിച്ചത്? അല്ല, അത് അല്ല, വന്നത് നിങ്ങള്. അത് അന്ന് ഞാനിങ്ങനെ കാണാനിരുന്ന സമയത്ത് മുരളിയേട്ടൻ ഇങ്ങോട്ട് വിളിക്കുക ചെയ്തത്. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വെറുതെ വന്നില്ല, നൃത്തത്തോടു കൂടി തന്നെ നർത്തകൻ. അപ്പോൾ മുരളിയേട്ടൻ ഇങ്ങനെ വിളിച്ചപ്പോൾ എന്തിനാ വിളിക്കണേന്ന് അറിയില്ല. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ നൃത്തം ചെയ്ത് വന്നു. അപ്പോൾ കലാകാരൻ മൃദംഗം വായിക്കായിരുന്നു. അപ്പോൾ മൃദംഗം ആ സംഗീതത്തിൻ്റെ ഒപ്പം ഇങ്ങനെ പോയി അവസാനം കൃഷ്ണനെ ഉറക്കി. അപ്പോൾ കലാകാരൻ മൃദംഗം വായിക്കുമ്പോൾ ഞാൻ കലാകാരനെ നോക്കി. അപ്പോൾ മിണ്ടല്ലേ പറഞ്ഞു. അപ്പോൾ മൃദംഗം നിർത്തി വെച്ചു. വീണ്ടും കൃഷ്ണൻ ഉറങ്ങാണ്. അപ്പോൾ കലാകാരൻ വീണ്ടും മൃദംഗം വായിക്കാൻ നോക്കി. അവസാനം കലാകാരൻ എനിക്ക് മൃദംഗം നീ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തരാൻ നോക്കി. പിന്നെ ഞാൻ മനസ്സിൽ തോന്നിയത് ഇതേമാതിരി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൃഷ്ണനെ ഞാൻ തേടി നടക്കാൻ തുടങ്ങി. അവിടെ കൃഷ്ണനുണ്ടോ, ഇവിടെ കൃഷ്ണനുണ്ടോ, അങ്ങനെ ഞാൻ തേടി നടന്നിട്ട് ആ ഗിന്നസ് പരിപാടിയാണ്. ഇങ്ങനെ തേടി നടന്ന അവസാനം ഇത് കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എവിടേക്കാണ് ഉറക്കം പോയി. കാരണം ഈ പുല്ലാങ്കുഴലാണല്ലോ, ഒരു 2 മണി 3 മണിയൊക്കെ സമയമായി. ഉറങ്ങേണ്ട സമയത്താണ് കണ്ണന്റെ കയറി വരവ്. അപ്പൊ ഉറക്കം ആയിട്ട് എല്ലാവരും ഉണർന്നു. ഉന്മേഷം കൂടി. അല്ല, അപ്പൊ ഞാനിങ്ങനെ എനിക്കത് ഇങ്ങനെ അവസാനിപ്പിക്കണ്ടേന്ന് അറിയുന്നില്ല. എന്നിട്ട് കൃഷ്ണൻ എവിടെ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ മണിക്കൂറുകളായിട്ട് നിർത്താണ്ട് പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ വേറെ എവിടെ, ഈ വേദിയിൽ നിൽക്കണ മുരളിയേട്ടൻ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ കുളിര് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോയിട്ട് ആ
എന്താ പറയുക, ആ ആള് അപ്പം മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയില്ല. ആ ഭഗവത് ചൈതന്യത്തിനെ ചെന്ന് നമസ്കരിച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. അത് ഇപ്പോഴും ആ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. ഒരു മുത്താരിപ്പ് വായിക്കുമ്പോൾ എങ്ങനെയാണ് ആ മുത്താരിപ്പ് നൃത്തവും സംഗീതവും വാദ്യവും തമ്മിൽ ഒരുമിച്ച് സിങ്കായിട്ട് അവസാനിച്ചതെന്ന് മനസ്സിലാവില്ല നമുക്ക്. കാരണം മുത്താരിപ്പ് വായിക്കുന്നത് നമുക്കറിയില്ല, നമ്മള് അങ്ങനെ അറിയില്ല. അത് ഇപ്പോൾ ഈ സംഗീതം, വാദ്യം, ഗീതം, നൃത്തമൊക്കെ കൂടി ഒന്നാവുന്ന ഒരവസ്ഥയാണത്. അതെ അതെ അതെ. നൃത്തവും സംഗീതവും വാദ്യവും മനസ്സിലുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. പഠിച്ചവർക്ക് അത് സാധിച്ചു. പിന്നെ എന്താ പറയാ, ഈ മുരളിയേട്ടൻ്റെ ഈ കാര്യം, അവിടെ ദൈവിക ചൈതന്യം അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ശുദ്ധമല്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല, അശുദ്ധമായതൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവിടെ ഇത് പുണ്യത്തിന്റെ അപ്പുറം നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ. യാഗം തന്നെയായിരുന്നു. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മഴ പെയ്യുമ്പോൾ നൃത്തം ചെയ്യുന്നത് കാണാം. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഞാൻ എന്താ പറയുക, നൃത്തം ചെയ്ത് കാണുമ്പോൾ ഒരു നൃത്താധ്യാപകൻ കൊടയും പിടിച്ച് പോകുന്നുണ്ട്. എന്നോട് ചോദിച്ചു, തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിക്കാം, ഞാൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക, ഈ അധ്യാപകൻ മഴ കണ്ടാലേ നൃത്തം ചെയ്യുന്ന നീ എന്താ മയിലോ എന്ന് ചോദിച്ചു എന്നോട്. എന്നിട്ട് ആളങ്ങോട്ട് പോയി. അന്നത്തെ അതിങ്ങനെ ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ മയിലും കുയിലും ഒക്കെ ഉണ്ട്. ആ മയിലും കുയിലൊക്കെ അത് നമുക്ക് അറിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ആ മയിലിനും കുയിലൊന്നും തിരിച്ചറിയാത്തവർക്ക് അത് ഭ്രാന്തായിട്ട് തോന്നും. പിന്നെ ആ ഭ്രാന്തമായിട്ടുള്ളത് കൊറിയോഗ്രാഫി ചെയ്യേണ്ട ഭ്രാന്തായി, എഴുതേണ്ട ഭ്രാന്തായി. കൊറിയോഗ്രാഫി നല്ലതാണ്. അങ്ങനെ പ്രശസ്തരായ നർത്തകരും നിങ്ങളുടെ വരികൾ എടുത്താലല്ലേ നൃത്തം പഠിപ്പിക്കും. എല്ലാവരും നൃത്തം. ഇപ്പം ഞാൻ പറയും, അതായത് ചിലർ പറയും എൻ്റെ പാട്ടൊന്നും പഠിക്കാൻ പാടില്ല, എൻ്റെ നൃത്തം ചെയ്യണ്ടെന്ന് പറയും. പക്ഷേ കണ്ണന് ഇഷ്ടം, കണ്ണൻ്റെ പാട്ട് എല്ലാവരും പാടി നടക്കുന്നതാണ്. എൻ്റെ പാട്ട് പാടില്ല എന്ന് പറയണത് എന്തുകൊണ്ടാണെന്നറിയോ? കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തവരെ പറയുള്ളൂ. കണ്ണൻ അത് നഷ്ടാവുന്നില്ല. കണ്ണന് പുതിയത് വേറെ വരും. ആ പുതിയത് വരും എന്നുള്ള മനസ്സില്ലാത്തവർക്കാണ് പേടി. എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയല്ലോ. ഇത് ഒരു സംശയമില്ല, കയ്യിൽ സ്റ്റോക്ക്. ചില ഗുരുക്കന്മാരുണ്ട് അതുപോലെ നിറച്ചു പഠിപ്പിക്കില്ല. കാരണം ഇത് തീർന്നു പോയാൽ എന്ത് ചെയ്യും? അടുത്ത മാസത്തെ ഫീസ് മേടിക്കണ്ടേ? അങ്ങനത്തെ സംഭവമുള്ള കുറെ ഗുരുക്കന്മാരുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ആകാശിന്റെ ഒരു ഗുരുനാഥനുണ്ട്, ബാലകൃഷ്ണ കമ്മത്ത്. അദ്ദേഹത്തിന്റെ കയ്യിലെ സ്റ്റോക്ക് തീരുന്ന പ്രശ്നമില്ല. ഒരു ക്ലാസ്സിന് എന്നാൽ അവന് 1 കൊല്ലം വായിക്കാനുള്ള പഠിപ്പിക്കും. അത് എല്ലാ ശിഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് കൊടുത്തു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറയുന്നില്ല, വർദ്ധിക്കുന്ന അതെല്ലാ ഗുരുക്കന്മാർക്കും കിട്ടില്ല. കണ്ണൻ അതുകൊണ്ടാണ് അത് പേടിയില്ലാത്തത്. എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ എനിക്ക് വേറെ എന്തുണ്ടെന്ന് ചിന്തയില്ല. പുതിയത് വരും എൻ്റെ കയ്യിൽ, അത് ഭഗവാൻ തരും, ഭഗവതി തരും. ചിലപ്പോ അതാകാം. തീർച്ചയായും അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ സമ്മതിക്കില്ല, അത് എടുത്താൽ ശരിയാവില്ലെന്ന് തന്നെ സമരം ചെയ്യും. പക്ഷേ കണ്ണന് നമ്മളുടെ പാട്ട് ഇങ്ങനെ ആളുകൾ കളിച്ച് കാണുമ്പോൾ അത് അവർക്ക് ഇഷ്ടമായത് കൊണ്ടാണല്ലോ തീർച്ചയായും അത് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു മോശപ്പെട്ട പാട്ട് എഴുതി, അല്ലെങ്കിൽ മോശപ്പെട്ട പാട്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് മോശപ്പെട്ടതാണെങ്കിൽ ആരും എടുക്കില്ലല്ലോ, തിരിഞ്ഞു നോക്കില്ലല്ലോ അതിനെ. അപ്പം അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്താ പറയുക, ആളുകൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെ കലോത്സവ വേദികളിൽ ഒത്തിരി പ്രശസ്തങ്ങളായ പാട്ട് കണ്ണൻ്റെ ഉണ്ടല്ലോ. കുച്ചിപ്പുടി ആണെങ്കിലും ഇതൊക്കെ അതൊക്കെ നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ഇപ്പം അനുപമ ടീച്ചറും ഇങ്ങനെയാണ്. അതായത് നമുക്ക് വിദ്യ പകർന്നു തരുന്നതിൽ ഇപ്പോൾ ടീച്ചറുടെ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. അവിടെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന് ഒരു കോട്ടം തട്ടുന്നില്ല. കണ്ണൻ്റെ കുട്ടിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് വന്ന സമയത്ത് അനുപമ ടീച്ചറിൻ്റെ കുട്ടികളും അവിടെ മത്സരിക്കുന്നുണ്ട്. ടീച്ചറാണ് ആദ്യമായിട്ട് വിളിച്ചിട്ട് നമ്മളെ അഭിനന്ദനം അറിയിക്കുന്നത്. അത് ഒരു കുട്ടി കളിച്ച് ആ കുട്ടി സമ്മാനം നേടുക എന്നത്, അനുപമ ടീച്ചറിനേക്കാൾ മേളിൽ കണ്ണൻ പോവുക എന്നത് അതിനർത്ഥമില്ല. അവിടേക്ക് കണ്ണന് ഒരിക്കലും എത്താൻ സാധിക്കൂല. ആ കുട്ടി നന്നായി പ്രസന്റ് ചെയ്തു. ആ കുട്ടിക്ക് ഈശ്വരാധീനം എല്ലാം കൂടി വന്നപ്പോൾ ആ കുട്ടിക്ക് സമ്മാനം കിട്ടി. അത് ശരിക്കും പറഞ്ഞാൽ അനുപമ ടീച്ചറിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴേ കണ്ണന് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ അനുപമ ടീച്ചർ, സൗമ്യ ടീച്ചർ, അപ്പോൾ അനുപമ ടീച്ചറുടെ ശിഷ്യയാണ് സൗമ്യ ടീച്ചർ, കണ്ണൻ്റെ ആദ്യ ഗുരുനാഥിയാണ്. അത് കഴിഞ്ഞിട്ട് കണ്ണൻ, ഇപ്പോൾ കണ്ണൻ പഠിപ്പിക്കുന്ന കുട്ടി, ഇപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടി
പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കുറേ കുട്ടികൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 5 തലമുറയുണ്ട്. എന്തൊരു ആനന്ദമാണത്. ആ പരമ്പരയുടെ ഒരു കണ്ണിയാകാൻ സാധിക്കുന്നത്. അനുപമ ടീച്ചറെ ഇത് കാണുന്നുണ്ടെങ്കിൽ മഹാപ്രണാമം. അവിടുത്തെ കാരുണ്യാണ് നമ്മുടെ ജീവിതം. അല്ലേ? ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിലേ ഒരു ശിഷ്യ എന്തായിരിക്കണം, ഒരു ശിഷ്യ എന്ന് പറയുന്ന വാക്കിന് എന്താണ് അതിൻ്റെ ഒരു കറക്റ്റ് അർത്ഥം എന്ന് ടീച്ചറെ കണ്ടേ പഠിക്കണം. അപ്പോൾ MG യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് മോൾക്ക് ഫസ്റ്റ് വരും കുച്ചിപ്പുടി. അപ്പോൾ നമ്മൾ റൂമിലാണ്. അപ്പോൾ കുട്ടികളെ വിളിച്ച് പറയാണ് ആൻറ്റി ഇങ്ങനെ ഫസ്റ്റാണ് എന്ന്. ടീച്ചർ ഒരു കരഞ്ഞോടെ എന്നുവെച്ചാൽ ടീച്ചർ എന്തിനാ കരയണേ എന്ന് വെച്ചപ്പോൾ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു. ഇതേ എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. മീൻസ് വെമ്പട്ടി മാഷിയുടെ അനുഗ്രഹമാണ് ആ ഒരു സമ്മാനം എന്ന് പറഞ്ഞു. എത്ര ആൾക്കാർ ഇതുപോലെ നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ വരുമ്പോൾ എൻ്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥയുടെ ഒരു ആ ഒരു ഗുരുത്വം കൊണ്ടാണ് നമ്മുടെ ഈ നേട്ടം എന്ന് ചിന്തിക്കുന്ന എത്ര ശിക്ഷഗണങ്ങളുണ്ടാവും. കണ്ണൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഗുരുഭക്തിയോ അല്ലെങ്കിൽ വിനയമോ അങ്ങനെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് അനുപമ ടീച്ചറിൻ്റെ അല്ലെങ്കിൽ അടയാർ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ, സൗമ്യ ടീച്ചറിൻ്റെ സ്വഭാവം കണ്ട് പഠിച്ചത് മാത്രമാണ്. കണ്ണനിലും ചീത്ത സ്വഭാവങ്ങളുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിൽ പെരുമാറ്റ രീതികളുണ്ട്. അത് മുഴുവൻ കണ്ണൻ മറ്റുള്ളവർക്ക് നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ കണ്ണൻ്റെ, അതായത് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സുസ്വരമെല്ലാം ഗുരുവിൻ്റേത്, അപസ്വരമെല്ലാം കണ്ണൻ്റേത്, എൻ്റേത്. പക്ഷേ പല പാരൻസിൻ്റെയും ഇപ്പോൾ പക്ഷേ ആളുകളുടെ കുട്ടികളുടെയും അതായത് കുട്ടികളുടെയും പേരൻസിൻ്റെയും ഒക്കെ വിചാരം എന്താ വെച്ചാൽ സുസ്വരമല്ല എൻ്റേത്, അപസ്വരമെല്ലാം ഗുരുവിൻ്റേത്. ക്ഷമ പറയാൻ പാടില്ലാത്തതാണ്, അങ്ങനെ പറയേണ്ട വന്നു. അതല്ല, അങ്ങനെയാണ് ഈ കാലം. വേണ്ടത് എന്താണോ അത് കാലത്തിന് വേണ്ട, വേണ്ടാത്തത് എന്താണോ അതൊക്കെ ഈ കാലത്തിന് വേണം. ഈ കാലത്തിനെ കാക്കുന്ന കാളിക്ക് പോലും ഭ്രാന്തിളകി തുടങ്ങിയിരിക്കുന്നു. കലാകാരൻ്റെ ഒത്തിരി വിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമുക്ക് ഒരു നൃത്തം ചെയ്യാം. കലാകാരന് തോന്നുന്നത് പാടുന്നു, കണ്ണന് തോന്നുന്ന പോലെ ആടുന്നു. യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ല. അപ്പോൾ തെറ്റും കുറ്റമൊക്കെ ക്ഷമിച്ച് ആസ്വദിച്ച് അനുഗ്രഹിക്കുക. ഓം സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന ദുംദനം ദനം ദനം ദുംദനം തനം ദനം ദുംദനം ദനം 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 താനം ദനം ദനം താനം ദനം ദാനം ദനം താനം ദനം 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 ദാ ഓം ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ ശിവശംഭോ
ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവ 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 ശംഭോ ശംഭോ മഹാദേവ ശിവശംഭോ സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സാധു സംരക്ഷണ സാധു സംരക്ഷണ പാവന സാധു സംരക്ഷണ പാവന മഹാദേവ ശിവശംഭോ ശ്രീമാനകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശംഭോ മഹാദേവ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര മഹാദേവ ഓം. അപ്പോൾ കണ്ണൻജിനാഥ് കലാകാരന് തോന്നിയത്, ഭഗവാൻ തോന്നിപ്പിച്ചത് പാടി തൃശ്ശൂർ പേരൊരു കണ്ണൻ, നർത്തകൻ കണ്ണൻ ഗംഭീരമായിട്ട് അതിനോടൊപ്പം സാക്ഷാൽ മഹാദേവൻ്റെ ചുവടുകൾ പോലെ തന്നെ തോന്നുന്ന വിധത്തിൽ തീർച്ചയായും ഒരു സംശയമില്ല. അത് ഉള്ളിൽ നിന്ന് വരുന്ന നമ്മൾ അതിൻ്റെ അടവിൻ്റെ കാര്യങ്ങളോ ബാക്കി കണക്കുകളോ അല്ല. നമ്മളൊരു ഗാനം അല്ലെങ്കിൽ ഒരു കൃതി അത് കേട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന എന്താണ് നമുക്ക് അപ്പം ചെയ്യാൻ തോന്നുന്നത് എന്താണ്, ഇത് നമ്മളിപ്പോൾ ഇന്നലെ വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യമല്ലല്ലോ ഇതൊന്നും. അല്ലല്ല, സ്വാഭാവികമായിട്ടും വന്നതാണ് ഒരു ഇൻ്റർവ്യൂ. എൻ്റെ കുറച്ച് കഥകൾ കേൾക്കണം, എൻ്റെ വളിപ്പുകൾ കേൾക്കണം, അത് കേൾക്കാനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറച്ച് സീരിയസ് ആയിപ്പോയി. വളിപ്പുകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറെ വരാം. പാറുവിന് എന്താ പറയാനുള്ളത് അതുകൂടി പറഞ്ഞു. ഇല്ല ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെയ്ത് കണ്ട സാധനം അത് ഒരിക്കലും ഒരു ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നമ്മളെ തളച്ചിട്ടിട്ട് വന്നൊരു സാധനമല്ല. അത് നമ്മുടെ ഉള്ളിൽ തോന്നണ വികാരങ്ങളാണ് ആ പുറത്തേക്ക് വരണത്. അതിനൊരു ആത്മാവുണ്ടാവും. എന്താ പറയുക, അത് പറഞ്ഞറിയാൻ പറ്റില്ല. ആ ഫീലാണ് ഞാൻ പറയണത്. നമ്മളതിനെ കൃത്യമായ കാൽക്കുലേഷനിൽ എഴുതി അളന്ന് തൂക്കി മുറിച്ച് എടുത്ത് ചെയ്തതല്ല. അതെ 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 അതെ. ഇപ്പം നമുക്ക് നമ്മുടെ നടരാജൻ്റെ ഒരു മൂർത്തിയുടെ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ രണ്ടുപേർക്കും ഉണ്ടായ വിചാരങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. മതി മതി മതി. വിളിച്ചപ്പോൾ ഒരു തടസ്സം പറയാതെ കൂടെ നിർത്തിയതിനും പിന്നെ ഇനിയും കൂടെ നിർത്തുന്നതിനും ഇത്രയും നേരം ഒരുമിച്ച് സമയം ചെലവഴിച്ച് നമ്മളെ എല്ലാവരെയും ആക്കുന്നതിനും ഒരുപാട് നന്ദി. ഇനിയും ധാരാളം വേദികളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ, ഒരുമിച്ചും ഒറ്റയ്ക്കും അങ്ങനെ ധാരാളം ആളുകൾക്ക് ആനന്ദം പകരാനായിട്ട് കലാകാരനും കുടുംബത്തിനും കഴിയട്ടെ. ഇനിയും ഇവിടേക്ക് വീണ്ടും എത്താനും കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നടനോപാസകനും ഭാഗ്യം ഉണ്ടാവട്ടെ. കണ്ണൻജി നാഥ് കലാകാരനും പാതി മെയ് ടീച്ചർക്കുമൊപ്പം ഒരുപാട് ഭവ്യതയോടെ, വിനയത്തോടെ, ആനന്ദത്തോടെ, നന്ദിയോടെ, സ്നേഹത്തോടെ നടനോപാസകൻ കണ്ണൻ.